അങ്ങനെ ദളപതി വിജയുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സിനിമയുടെ ട്രെയിലർ പുറത്തു വന്നു. ഹോളിവുഡ് ലെവലിലുള്ള ആക്ഷൻ സീക്വൻസ് തന്നെയാണ് സിനിമയിലുള്ളത് എന്നാണ് നമുക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ സിനിമയുടെ കഥ എന്തെന്ന് നമുക്ക് ഏകദേശം വ്യക്തമാവും. ഇപ്പോൾ വിജയുടെ ഏജ്ഡ് ലുക്കായിട്ടുള്ള ക്യാരക്ടറിൻ്റെ പേര് ഗാന്ധി എന്നാണ് പറയുന്നത്. ഫീൽഡ് ഏജൻറ്റായും സ്പൈയായും സാറ്റ്സ് സ്ക്വാഡിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിജയുടെ ഗാന്ധി എന്ന കഥാപാത്രം. സാറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ആൻറ്റി ടെററിസം സ്ക്വാഡാണ്. പിന്നീട് സ്ക്വാഡ് പിരിച്ചുവിട്ടതായിരിക്കാം. ഈ സ്ക്വാഡിലുള്ള 4 പേരിൽ ഒരാൾ എന്തെങ്കിലും ചതി ചെയ്ത് പ്രശ്നമായിട്ട് അങ്ങനെ പിരിച്ചുവിട്ടതാവാം. അങ്ങനെ ഒരു ഹിൻറ്റ് ഈ ഒരു ട്രെയിലറിൽ തരുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് കഴിഞ്ഞ് പറയാം. സാറ്റ്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവർ ചെയ്ത എന്തൊരു പ്രവൃത്തി കാരണം വർഷങ്ങൾക്ക് ശേഷം അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറുകയും വീണ്ടും സ്ക്വാഡ് റീയൂണിറ്റ് ചെയ്യുന്നതുമാണ് സിനിമയുടെ കഥ. ഇപ്പോൾ സാറ്റ്സിലേക്ക് വീണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ് വിജയ്. ഇപ്പോൾ ഓൾഡ് മാനാണ് അദ്ദേഹം. സാറ്റ്സിലുണ്ടായിരുന്ന വിജയുടെ ഫ്രണ്ട്സിനും ഇപ്പോൾ ഏജ് ആയിട്ടുണ്ട്. വിജയുടെ ഭാര്യയായിട്ട് സ്നേഹ ഈ ഒരു സിനിമയിൽ എത്തുന്നുണ്ട്. അവർക്കൊരു മകനുള്ളതും കാണാം. ഈ ഒരു പോസ്റ്ററിൽ സ്നേഹ ഗർഭിണിയാണുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ 3 വിജയാണ് ഈ ഒരു സിനിമയിലുള്ളത്. സ്നേഹയുടെ കഥാപാത്രം മരിച്ചു പോകാനും വയറ്റിലുള്ള ആ ഒരു കുട്ടി മരിക്കാനും സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ആ ഒരു കുട്ടി രക്ഷപ്പെട്ടിരിക്കുക. ഒരു യങ് വിജയിനെ പോസ്റ്ററുകളിലും ഗ്ലിംസിലും സോങ്ങിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. 23 വയസ്സാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പ്രായമായിട്ട് പറയുന്നത്. ലേറ്റസ്റ്റായിട്ട് പുറത്തു വന്ന സോങ്ങിൽ ഈ ഒരു ലുക്ക് വളരെ ആർട്ടിഫിഷ്യലായിട്ട് തോന്നിയെങ്കിലും ട്രെയിലർ കാണുമ്പോൾ കുഴപ്പമില്ലെന്ന് തന്നെയാണ് തോന്നുന്നത്. അതുപോലെ ഒരു വിജയിനെയും കൂടി നമുക്ക് ഈ ഒരു ട്രെയിലറിൽ കാണാം. മറ്റേ യങ് വിജയിനേക്കാളും പ്രായം കുറഞ്ഞൊരു വിജയിനെയാണ് നമുക്കിവിടെ കാണുന്നത്. ഈ ഒരു ലുക്കൊക്കെ ഗംഭീരമായിട്ട് തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ശരിക്കും വിജയുടെ ചെറുപ്പകാലത്തിന് സമാനമായൊരു ലുക്കാണ് നമുക്കിവിടെ കാണുന്നത്. വമ്പൻ ഹോളിവുഡ് സിനിമകളൊക്കെ VFX ചെയ്യുന്ന ലാല VFX ആണ് സിനിമയുടെ VFX വർക്കുകളും അതുപോലെ DAGing വർക്കുകളൊക്കെ ചെയ്തത്. എനിക്ക് ആ മറ്റേ വിജയനേക്കാളും ഈ ഒരു ലുക്കാണ് കൂടുതൽ ഇഷ്ടമായത്. ഈ ഒരു വിജയ് ചിലപ്പോൾ സ്നേഹയുടെ വയറ്റിലുണ്ടായിരുന്ന ആ ഒരു കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ക്ലോൺ ആവാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഗാന്ധി എന്ന ക്യാരക്ടറിനോട് ഈ ഒരു ക്യാരക്ടർ സംസാരിക്കുന്ന രംഗമാണിത്. അതുപോലെ ക്ലോണിങ് പ്രോസസ്സ് ഈ ഒരു സിനിമയിൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. കാരണം ഗോട്ട് സിനിമയുടെ ഗ്ലിംസ് വീഡിയോയിൽ ആ ഒരു രംഗം കാണിച്ചതാണ്. ഇത് നമ്മുടെ 23 വയസ്സുള്ള ആ ദളപതിയാണ്. അതുപോലെ ഈ ഒരു ദളപതി സയൻറ്റിസ്റ്റ് ആണെന്നാണ് മനസ്സിലാവുന്നത്. ഈ ഒരു ക്ലോണിങ് പ്രോസസ്സിലാണോ ഈ ഒരു യങ്ങർ വിജയ് വന്നതെന്ന് അറിയില്ല. അതുപോലെ തമിഴ്നാടൻ മോഹൻ ഈ ഒരു സിനിമയിൽ നെഗറ്റീവ് റോളാണെന്ന് വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ പിന്നിൽ വേറെ ഏതെങ്കിലും വില്ലന്മാരും ഉണ്ടാവാം. അതുപോലെ അജ്മലും നെഗറ്റീവ് റോളാണോ എന്ന് സംശയമുണ്ട്. 4 പേരുണ്ടായിരുന്ന വിജയുടെ സ്ക്വാഡിൽ ഇപ്പോൾ 3 പേരെയാണ് വയസ്സായപ്പോൾ കാണിക്കുന്നത്. സ്ക്വാഡിലൊപ്പം ഉണ്ടായിരുന്ന അജ്മലിനെ ഏജ്ഡ് ആയപ്പോൾ ഇവരുടെ കൂടെ കാണുന്നില്ല. അജ്മൽ പാസ്റ്റിൽ സ്ക്വാഡിൽ പ്രവർത്തിച്ചിരുന്നപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ സ്ക്വാഡിൽ ഉണ്ടാക്കിയിരിക്കണം. പിന്നീട് സ്ക്വാഡിൽ നിന്നും അജ്മലിനെ ഒഴിവാക്കിയതായിരിക്കാം. ഇനി അതും പറയാൻ പറ്റില്ല. ട്രെയിലറിൽ വെറുതെ അങ്ങനെ കാണിച്ചതായിരിക്കും അജ്മൽ നെഗറ്റീവ് റോളാണെന്ന് നമ്മൾ വിചാരിക്കാൻ വേണ്ടി. അതുപോലെ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയില്ല, ഗോട്ടിൻ്റെ ഹിന്ദി ട്രെയിലറും തെലുങ്ക് ട്രെയിലറും അതുപോലെ തമിഴ് ട്രെയിലറും ഒക്കെ അവസാനിക്കുന്നത് 2 രീതിയിലാണ്. ഹിന്ദി തെലുങ്ക് ട്രെയിലറുകളിൽ ജയറാമും വിജയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിലാണ് അവസാനിക്കുന്നത്. തമിഴ് വെർഷനിലാവട്ടെ ഗില്ലി റെഫറൻസോട് കൂടിയാണ് അവസാനിക്കുന്നത്. നേരത്തെ ആ ഒരു ഷോട്ട് കാണാത്തവരുണ്ടെങ്കിൽ സിനിമയുടെ ഹിന്ദി ട്രെയിലറോ അല്ലെങ്കിൽ തെലുങ്ക് ട്രെയിലറോ എടുത്ത് കണ്ടു നോക്കൂ. അതുപോലെ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി, സിനിമയുടെ ടൈറ്റിൽ കാർഡ് ഒരു ഗംഭീര ടൈറ്റിൽ കാർഡ് തന്നെയാണ്. ലിയോയ്ക്ക് ശേഷമുള്ള ഒരു ഗംഭീര ടൈറ്റിൽ കാർഡ് തന്നെയാണ് ഇതെന്ന് യാതൊരുവിധ സംശയമില്ല. ഗോട്ട് സിനിമയുടെ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.